ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം ടാൻജൻസാണ് അല്ലേ? ടി പിയും ഡി ക്യൂയും ടാൻജൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സർക്കിൾ സെൻറ്റർ ടച്ചിങ് എ ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. ബി സി ക്യൂ ഏതാ? ബി സി ക്യൂ തന്നെ. ഇതെത്ര എന്നാ പറയുന്നത്? ഇതെത്ര? 55 എന്ന് തന്നിട്ടുണ്ട്. ബി എ പി എത്ര ആണെന്നുള്ളത്? ബി എ പി എത്ര ആണെന്നുള്ളത്? 60. ഇനിയും അടുത്ത എന്താ? അത്ര തന്നിട്ടുള്ളൂ. നമുക്കറിയാം ഇത് റേഡിയസ് അല്ലേ മക്കളെ? ഇത് റേഡിയസ് അല്ലേ? ഇത് ടാൻജന്റ് അല്ലേ? അപ്പൊ ഇത് എത്രയാ? ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്, എത്രയാ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയാ വേണ്ടത്? ഒ ബി എ എന്ന് പറയുന്നത് എന്താ? ഒ ബി എ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതിന്റെ ഒ ബി സി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ എന്താ? എ ഒ സി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എ ടി സി സെറ്റല്ലേ? ഇത് നോക്കിയ മക്കളെ, ഇത് 55 ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ലീനിയർ പെയർ വെച്ചിട്ട് മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. 90ഉം 55ഉം വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 9 4 11 14 145 145 135 വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 9 6 15. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് 30 വരും. ശരിയാണോ? ശരിയാണല്ലോ. ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് 30, ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര? ഇതും 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് 35 വരും. കാരണം എന്താ? ഇതും റേഡിയസ് ആയി, ഇതും റേഡിയസ് ആയി. ഇത് 35 ആണ്, ഇത് 35 ഐസോസിലസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഒ ബി എ എന്ന് പറയുന്നത് 30 വന്നു. ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് 35 ആണല്ലോ. നമുക്കറിയാം ഇത് 35 30 65. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇരട്ടി അല്ലേ ഇത്? എത്രയാണ്? 65ന്റെ ഇരട്ടി 130 വരും അല്ലേ? ശരിയല്ലേ? ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എത്ര? 130 വരും. ഇത് 130 ആണെങ്കിൽ ഇത് എത്ര? ഇത് 80. അല്ല സോറി, ഇത് 50. അതിന്റെ കാരണം എന്താ? ഇത് ഒരു ഇതൊരു വെറും ക്വാഡ്രിലാറ്ററൽ അല്ലേ? ആണല്ലോ. ക്വാഡ്രിലാറ്ററിന്റെ മൊത്തം ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 360 അല്ലേ? ഇത് ഓൾറെഡി 90 വന്നിട്ടുണ്ട്, ഇത് 90 വന്നിട്ടുണ്ട്, ഇത് 101. അപ്പൊ 360 മൈനസ് ഇതിന്റെ സം മൈനസ് ചെയ്താൽ ബാക്കി എത്ര? ആംഗിൾ എ ഐഡിയ കിട്ടിയോ? എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു എഴുതിക്കൂ. കഴിഞ്ഞില്ലേ? വിടണോ? എടാ നീ അങ്ങോട്ട്. തനക്ക് മനസ്സിലായോ? തന നിരഞ്ജനൊക്കെ ഓക്കെ ആണോ? Yes, sir.
അടുത്ത എഴുതിക്കോ. If the sixth term of an AP is equal to four times its first term, and the sum of first six terms is 75. Find the first term and the common difference. പെട്ടെന്ന് എഴുതിക്കേ. ഇവിടെ നോക്കിയോ, സിക്സ്ത് ടേം ഓഫ് എ പി ഈസ് ഈക്വൽ ടു 4 ടൈംസ് ദ ഫസ്റ്റ് ടേം. അപ്പൊ നമ്മൾ സിക്സ്ത് ടേമിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? A6 എന്നല്ലേ എടുക്കുന്നത് അല്ലേ? സിക്സ്ത് ടേം ഓഫ് എ പി ഈസ് ഈക്വൽ ടു 4 ടൈംസ് എന്തെന്നാണ് പറയുന്നത്? 4 ടൈംസ് ഫസ്റ്റ് ടേം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം A1 എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ A. ഓക്കെ, അപ്പം A എന്നങ്ങ് എടുക്കാം. സിക്സ്ത് ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? A+5D ചെയ്താൽ പോരെ? ശരിയല്ലേ? ഫസ്റ്റ് ടേം എ ആണെങ്കിൽ സെക്കൻഡ് ടേമിന് നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? A+n-1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ A പ്ലസ് എത്രയാ? 2 - 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ A+D എന്നാണ് പറയുന്നത്. തേർഡ് ടേമിന് നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? A+3 - 1 ഇൻറ്റു ഡി എന്ന്, അതായത് A+2D അല്ലേ? തേർഡ് ടേം കണ്ടുപിടിക്കുക A+2D ആണെങ്കിൽ സിക്സ്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? A+5D ചെയ്താൽ പോരെ? അപ്പം A+5D ഈസ് ഈക്വൽ എത്രയാ? 4A ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് ചെയ്യാം? ഇനി നോക്കിയോ, നമുക്ക് അല്ല, ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5D ഈസ് ഈക്വൽ എത്രയാ? 5 4A മൈനസ് എത്രയാ? അങ്ങനെയാണെങ്കിൽ 5D ഈസ് ഈക്വൽ എത്രയാ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് വന്നിട്ടുണ്ട്. അപ്പം S6 വന്നിട്ടുണ്ട്. S6 എത്രയാ? 75 വന്നിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ S6ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സമ്മിന്റെ അതായത് സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2A പ്ലസ് n-1 ഇൻറ്റു D ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാ? 6/2 ഇൻറ്റു 2 ഇൻറ്റു അത് നമുക്ക് ഇവിടെ ചെയ്യാം. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ എന്തെന്ന് വരും? 6/2 അല്ലേ ഇൻറ്റു 2A പ്ലസ് 6-1 ഇൻറ്റു എത്രയാ? D ഈസ് ഈക്വൽ എത്രയാ? 75. 6/2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2. ഇവിടെ നോക്കിയേ, ഞാൻ എനെ 5D എന്നാണ്. ഓക്കെ, അതായത് എനെ ഞാൻ കണ്ടോ 4A 5D ആക്കുക. അപ്പൊ എനെ നമുക്ക് എന്താക്കാൻ പറ്റും? 5D ഡിവൈഡ് ബൈ 4 എന്ന് എഴുതി. അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എക്ക് പകരം 5D ഡിവൈഡ് ബൈ എന്താ? പ്ലസ് എത്ര എന്ന് എഴുതാം? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6D മൈനസ് എത്രയാ? D ഈക്വൽ എത്രയാ? 75.
ഈ 3നെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര വരും? 2 ഇൻറ്റു 5d ഡിവൈഡ് ബൈ 4 പ്ലസ് 6d മൈനസ്, അപ്പോൾ എത്ര? 5d. 6d മൈനസ് d എന്ന് പറയുമ്പോൾ എത്ര? 5d ആണല്ലോ. ഈസിക്കൽ എത്രയാണ്? 75 ഡിവൈഡ് ബൈ 3. ഇത് രണ്ടും കട്ട് ചെയ്യാം, 2 വരാം. അപ്പോൾ 5d പ്ലസ് 5d ഈസിക്കൽ എത്ര വരും? എത്ര വരും? 75 ഡിവൈഡ് ബൈ 3 എത്ര? 25. അങ്ങനെയാണെങ്കിൽ 10d ഈസിക്കൽ എത്രയാണ്? 25. അങ്ങനെയാണ് d ഈസിക്കൽ എത്രയാണ്? 25 ഡിവൈഡ് ബൈ 10. d എത്രയാണ്? 2.5 ആണോ? എവിടെയാണ്? അവിടെ ഒരു ഇതുണ്ടല്ലേ, പോയിന്റ് വരത്തില്ല. ഏതാ? അപ്പൊ 3 ആയിരുന്നു, 5/3 ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് വെട്ടുക. അപ്പൊ ഇവിടെ 3 ഇൻറ്റു എന്തെന്ന് വരുന്നു? 2 ഇൻറ്റു എന്തെന്ന് വരുന്നു? 5d ഡിവൈഡ് ബൈ 3 എന്നാണ്. പ്ലസ് എത്രയാണ്? ഇത് 5d എന്ന് വരും. ഈസിക്കൽ എത്രയാണ്? 75. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 10d ഡിവൈഡ് ബൈ 3, 10d ഡിവൈഡ് ബൈ 3 ശരിയല്ലേ? പ്ലസ് 5d ഈസിക്കൽ എത്രയാണ്? 75/3 എന്ന് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 10d ഡിവൈഡ് ബൈ 3 പ്ലസ് 5d ഈസിക്കൽ 25 എന്ന് എടുക്കാം. എടുക്കാമോ? എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ LCM എടുക്കാം. 10d പ്ലസ് 15d ഡിവൈഡ് ബൈ 3 ഈസിക്കൽ എത്രയാണ്? 25. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 25d ഈസിക്കൽ എത്രയാണ്? 25 ഇൻറ്റു 3 75. അവിടുന്ന് d ഈസിക്കൽ എത്രയാണ്? 75/25 ഈസിക്കൽ എത്രയാണ്? d3 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? d3 ആണെങ്കിൽ a എത്രയാണ്? 5 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3. a എത്ര വരും? ഐഡിയ കിട്ടിയോ? സാനേ നിരഞ്ജനും ഐഡിയ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് കോട്ട് തീറ്റ the whole square is equal to tan square theta.
കിട്ടിയോ? ഇല്ല. ഇവിടെ നോക്കിയോ. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ എൽ എച്ച് എസ് എടുക്കുന്നു. ഇവിടെ ഞാൻ എൽ എച്ച് എസ് എടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ എൽ എച്ച് എസ് എടുക്കുന്നു. എൽ എച്ച് എസ് എടുത്തിട്ട് നമുക്കറിയാം 1 മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഞാൻ കോട്ടിന് എന്ത് ചെയ്യാം, ഞാൻ കോട്ടിന് 1 മൈനസ് 1 ബൈ ടാൻ തീറ്റ എൽ എച്ച് എസ് നമ്മൾ എടുക്കുന്നത്. എൽ എച്ച് എസ് എന്നിട്ട് താഴെ എൽസിയം എടുക്കുന്നു. 1 മൈനസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ, ഇങ്ങോട്ട് വരുമ്പോൾ ടാൻ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 മൈനസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ, ഈ താഴത്തെ മുകളിൽ പോകുമല്ലോ എൽസിയം എടുക്കുമ്പോൾ, അല്ല സോറി റെസിപ്രോക്കൽ എടുക്കുമ്പോൾ, ഇൻറ്റു ടാൻ തീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ മൈനസ് 1 വെളിയിൽ ആരും എടുക്കുന്നു ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടുണ്ട് ടാൻ തീറ്റ. ഞാനിത് അകത്തോട്ട് എടുക്കും, സ്ക്വയർ അകത്തോട്ട് എടുക്കും. അപ്പോൾ ഇതെന്ത് വരുന്നു, 1 മൈനസ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1, അല്ല ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ല, ടാൻ തീറ്റ മൈനസ് 1 ഹോൾ സ്ക്വയർ. കാരണം സ്ക്വയർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അകത്തോട്ട് എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് വരത്തില്ല, മൊത്തത്തിനെ വരത്തില്ല. ഒരു കാര്യം കേട്ടോ, ഞാൻ ഇതിനകത്തുനിന്ന് ഒരു -1 കോമൺ എടുക്കട്ടെ. ഇതിനകത്തുനിന്ന് -1 കോമൺ എടുക്കട്ടെ. പക്ഷെ -1 മാത്രമല്ല, സ്ക്വയർ ഉണ്ട്, -1 സ്ക്വയർ വേണം കോമൺ. -1 സ്ക്വയർ കോമൺ. ബാക്കി എന്തായിരുന്നു, -1 സ്ക്വയർ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഇത് മൈനസ് ആയിട്ട് മാറും, ഇതെന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവനെ ഇങ്ങനെ എഴുതുന്നില്ല, ടാൻ തീറ്റ മൈനസ് 1 ഇൻറ്റു എന്താ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താ ടാൻ തീറ്റ മൈനസ് 1. ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി എന്താ -1ന്റെ സ്ക്വയർ 1, ബാക്കി എന്താ വരും ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ എന്താ മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുമ്പോൾ -1 മാത്രമേ കോമൺ എടുക്കൂ. -1 കോമൺ എടുക്കല്ലേ, -1 സ്ക്വയർ വേണം, സ്ക്വയർ ഉള്ളത് -1 സ്ക്വയർ വ്യത്യാസമൊന്നുമില്ല. -1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ആ -1 എന്ത് ചെയ്യും, ഇതിനകത്ത് കിടക്കും, അവിടെ കിടന്നിട്ട് മൈനസ് ടാൻ സ്ക്വയർ തീറ്റനെ കിട്ടത്തുള്ളൂ. തെറ്റാ, മനസ്സിലായോ? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ എ മോഡൽ ഓഫ് എ ഹൈ റൈസ് ബിൽഡിംഗ് ഈസ് made to scale of 1:50 if the height of the model is 0.8 meter. Find the height of the actual building. Is the floor area of a flat in the building is 20 meter square. Find the floor area of that in the model. And then പെട്ടെന്നാട്ടെ ഫസ്റ്റ്
അറിയാവോ? ഇല്ല. യു എ മോഡൽ എന്താ അതിന്റെ ഇത് സ്കെയിൽ എന്താ? നോക്കി ഇവിടെ നോക്കി ഇവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഇതിവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എ മോഡൽ ഓഫ് എ ഹൈ റൈസ് ബിൽഡിംഗ് ഈസ് മെയ്ഡ് ടു എ സ്കെയിൽ ഓഫ് 1:50 അല്ലേ? അപ്പം സ്കെയിൽ എത്ര? സ്കെയിൽ 1:50. ഓക്കെ. ഇനി എന്താ അവർ പറയുന്നത്? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ മോഡൽ ഈസ് 0.8 ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ആക്ച്വൽ ബിൽഡിംഗ് എന്നാ പറയുന്നത് അല്ലേ? ഹൈറ്റ് ഓഫ് ദ മോഡൽ എത്രയാ? ഹൈറ്റ് ഓഫ് ദ മോഡൽ എത്രയാ? മോഡൽ എത്രയാ? 0.8 മീറ്റർ അല്ലേ? 0.8 മീറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ 1:50 സ്കെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം മോഡലിൻ്റെത് 1ഉം ഒറിജിനൽ ബിൽഡിങ്ങിന് എന്തായിരിക്കും 50 അപ്പം നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? ഇത് 0.5 ഇത് 1 ആണെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഇത് 0.58 ആണെങ്കിൽ ഇത് 0.8 ഇൻറ്റു എത്രയാ? 50 ചെയ്താൽ മതി. എത്രയാണോ അത്? അപ്പം 40 എന്ന് പറയുമ്പോൾ 4 എന്നെങ്കിൽ 40 അല്ലേ? ഒരു പോയിന്റ് പറയുമ്പോൾ 4 മീറ്റർ. ശരിയല്ലേ? ആണോടാ? ആണോ? അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? If the floor area of the flat in the building is 20 meters square, find the floor area of that in model. എന്താ ചെയ്യേണ്ടത്? floor area of flat in model. എന്ത് ചെയ്താൽ മതി? എന്ത് ഡിവൈഡ് ചെയ്യണം? ഇതിന്റെ എത്ര വന്നിരിക്കുന്നത്? മോഡലിന്റെ മറ്റേ ഫ്ലാറ്റിൻ്റെത്. അപ്പം ഹൈറ്റ്, അപ്പം ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 50 ചെയ്യുമ്പോഴല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞ ഏരിയ കിട്ടുന്നത് അല്ലേ? ശരിയല്ലേ? ആണോ? അപ്പോൾ ഇവിടെ 20 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 50 ഇൻറ്റു 50 ചെയ്താൽ മതി. 20 ഡിവൈഡ് ബൈ 2500 ചെയ്താൽ മതി. ഇതിന്റെ ഫ്ലാറ്റിൻ്റെത് 20 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ എത്ര? 1:50 ലെങ്തിന്റെ റേഷ്യോ വന്നിരിക്കുന്നത് 1:50. അപ്പൊ അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്താ? 1 സ്ക്വയർ 50 സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പം ഇതിന്റെ എന്താ? ഇവിടത്തെ പോലെ തന്നെ അതായത് വേറെ രീതിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വരും. അതായത് ഏരിയ ഓഫ് ഫ്ലാറ്റ് ഇൻ ബിൽഡിംഗ് ഈസിക്വൽ ടു എന്താ? അല്ല റിലേഷൻ എങ്ങനെ കണക്ട് ചെയ്യാം? ഫിഫ്റ്റി സ്ക്വയർ ഇൻറ്റു എന്താ? ഏരിയ ഓഫ് എന്താണ്? ഫ്ലാറ്റ് ഇൻ എന്താണ്? ഇൻ മോഡൽ ആണോ? അതെന്തുകൊണ്ടാണ്? റേഷ്യോ എത്രയാണ്? അതായത് ബിൽഡിങ്ങിലെ ഫ്ലാറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലിന്റെ ഫ്ലാറ്റിന്റെ എത്ര ടൈംസ് ആയിരിക്കും? മറ്റേ ലെങ്ത് എത്ര ടൈം ആണ് എഴുതിയത്? 50 ടൈംസ്. അപ്പൊ ഏരിയ എത്ര ആയിരിക്കും? 50 സ്ക്വയർ ടൈംസ് ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ഇവിടെ എന്താ? ഇവിടെ 20 കൊടുക്കും ഏരിയ ഓഫ് ഫ്ലാറ്റ് ബിൽഡിംഗ്. ഈസിക്കൽ എത്രയാ? ഇവിടെ 2500 കൊടുക്കും. ഈസിക്കൽ ഇൻറ്റു എത്രയാ? ഏരിയ ഓഫ് ഫ്ലാറ്റ് മോഡൽ. അതല്ലേ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? ഇതാണ് ലോജിക്കൽ ഇക്വേഷൻ. ഇത് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 0.008. തനിക്ക് മനസ്സിലായോ? നിരഞ്ജന് മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. From a solid wooden cylinder of height 28 centimeter and diameter 6 centimeter, two conical cavities are hollowed കുഴിച്ചു എന്നാണ്, hollowed out. The diameters of the cones are also of 6 centimeter and height 10.5 centimeter. Take pi is equal to 22/7. Find the volume of the remaining. സിലിണ്ടറിൽ നിന്ന് രണ്ട് കോൺ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുഴിച്ചെടുത്തു, ബാക്കിയുള്ള ഇതിന്റെ വോളിയം എടുക്കുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. പെട്ടെന്നാട്ടെ. ഏതാ റേഡിയസ് സെയിം അല്ലേ, കാരണം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും. ഇവിടെ എന്തുവാടാ, ഇവിടെ എന്തോ ഇക്വേഷൻ എന്തുവാ? വോളിയം ഓഫ് സിലിണ്ടർ എങ്ങനെ വെട്ടുന്നത്, എങ്ങനെ ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും ആണോ? ഇവിടെ ഇക്വേഷൻ എന്തുവാ? VR square h minus 2 into 1/3. അതെങ്ങനെ 6 വെട്ടുന്നത്? കോമൺ എടുക്കാം, മനസ്സിലായോ? കോമൺ എടുക്കാം, കാരണം രണ്ട് റേഡിയസ് സെയിം ആയതുകൊണ്ട് പയ്യും കോമൺ എടുക്കാം, 6 കോമൺ എടുക്കാം, മനസ്സിലായോ? കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും വേണം, ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുവാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഈക്വൽ ടുവിന്റെ ഒരു സൈഡിൽ ഒരു 6ഉം ഇപ്പുറത്തെ സൈഡിൽ 2ആയിട്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ കട്ട് ചെയ്യാൻ അപ്പോഴും പറ്റത്തില്ല, കട്ട് ചെയ്യാൻ, മനസ്സിലായോ? ഈ സൈഡിൽ 2 ഇക്വേഷൻ വന്നു, 6ന്റെ 2 ഇക്വേഷൻ, ഈ സൈഡിൽ ഒരു ഇക്വേഷൻ വന്നു, അപ്പൊ ഈ 6 അങ്ങനെ കട്ടൊന്നും ചെയ്യാൻ പറ്റും. അതൊക്കെ ആലോചിച്ച് വേണം ചെയ്യാൻ, അതൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യണം, ഇമ്മ പൊട്ടത്തരം കാട്ടി വെക്കാൻ.
കിട്ടുന്നില്ല. ഇവിടെ നോക്ക്, ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ ഒരു സിലിണ്ടറിനകത്തുനിന്ന് എന്ത് ചെയ്യാം, ഇങ്ങനെ രണ്ട് കോൺ കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡിൽ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് റിമൈനിങ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈക്വൽ എത്രയാണ്? വോളിയം ഓഫ് റിമൈനിങ് എന്താണ്? സോളിഡ് ആണ്. സിലിണ്ടർ അല്ല. വോളിയം ഓഫ് റിമൈനിങ് സോളിഡ്. വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് എന്താ? 2 ഇൻറ്റു എന്താ? വോളിയം ഓഫ് എന്താ? 1. ശരിയല്ലേ? അപ്പൊ ഇത് പൈ ആർ സ്ക്വയർ എച്ച് മൈനസ് എന്താ? 2 ഇൻറ്റു എന്താ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണോ? പൈ ആർ സ്ക്വയർ എച്ച് രണ്ടിടത്തും 3 എടുക്കും. ബാക്കി എന്ത് വരും? 1 മൈനസ് എന്ത് വരും? 2/3 വരും. എൽസിയം എടുക്കുക. എച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ പൈ ആർ സ്ക്വയർ എടുക്കാൻ പറ്റും. അപ്പം പൈ ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ എച്ച് മൈനസ് എത്രയാണ്? 2/3 എന്താണ്? എച്ച് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? സിലിണ്ടറിന്റെ എത്ര? 28 മൈനസ് 2/3 ഇതിന്റെ ആയിട്ട് എത്ര? 10.5. ഓക്കെ. അപ്പോൾ നമുക്ക് സിമ്പിളായി ഇവിടെ 22/7 റേഡിയസ് എത്ര? 6. അപ്പം 6 ഇൻറ്റു 6 എന്താക്കുന്നത്? റേഡിയസ് 3 അല്ലേ? അപ്പം 3 ഇൻറ്റു 3 ഇവിടെ 28 മൈനസ് 10.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 21 /3. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 7. അങ്ങനെയാണെങ്കിൽ 22/7 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു എത്രയാണ്? 28 മൈനസ് 7 എത്ര? 21. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 22 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 7. ഇത് രണ്ടും കട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ 22 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര? 3 ഇൻറ്റു 3 ഇൻറ്റു 3 27. 22 ഇൻറ്റു 27 എത്ര? 27 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 540. 27 54 540 594. എന്തുവാ കട്ടൊക്കെ ചെയ്യുന്നത്? എന്ത് പറ്റി? അങ്ങനെയൊന്നും ഇതൊക്കെ എടുത്ത് പുറത്തെടുത്ത് പൈ ആർ സ്ക്വയർ ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അല്ല ഞാൻ പറഞ്ഞത്, ആർ സ്ക്വയർ ഒക്കെ എടുത്ത് പുറത്തിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിവിടെ വലിയ നമ്പർ ആക്കുന്നതൊക്കെ ഒഴിവാക്കാം. മനസ്സിലായോ? നമ്മൾ എടുക്കാൻ പറ്റുന്ന എല്ലാം ഹോം എടുത്ത് പുറത്തിട്ട് അകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഞാൻ അതിനകത്ത് ഒറ്റ ഒരെണ്ണം പോലും ചെയ്ത് നോക്കി. സൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെറിയ ചെറിയ നമ്പറാണ്. അവിടെ പക്ഷെ ചെയ്ത് നോക്കാതെ അടുത്ത പറ്റത്തില്ല. അപ്പൊ സമയം അത്രയും പോകും. ധന, നിരഞ്ജൻ ഓക്കെ ആണോ? Yes, sir. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ. 2 lam post AB and C, each of height 100 meter, are on either side of the road. B is a point on the road between the two lamp posts.
the angle of elevation of the top of the lamp from the point P are 60 and 40. Find the distances PV and J.
സന കിട്ടിയോ? സന നിരഞ്ജനൊക്കെ കിട്ടിയോ? സന നിരഞ്ജൻ കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഇതിപ്പോ ചെയ്തു തരാം, പെട്ടെന്ന് നോക്കിയോ, ഇവിടെ നോക്കിയോ. ടു ലാംപ് പോസ്റ്റ് എ ബിയും സി ഡിയും ഹൈറ്റ് 100 ഈച്ച് ഓഫ് ഹൈറ്റ് 100 മീറ്റർ ആൻഡ് ഐദർ സൈഡ് ഓഫ് ദി റോഡ്. അപ്പൊ ഇത് റോഡ്, ഇത് അതിന്റെ രണ്ട് സൈഡിലും 100 മീറ്റർ ഹൈറ്റ് ഉള്ള ഇതുണ്ടായിരുന്നു. 100 മീറ്റർ ഹൈറ്റ് ഉള്ള രണ്ട് ലാമ്പിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും 100, ഇതും 100. ഓക്കെ, പി ഈസ് എ പോയിന്റ് ഓൺ ദ റോഡ് ബിറ്റ്വീൻ ടു ലാംപ്സ്. ഓക്കെ, the angle of elevation of top of the lamp from point P are 60 and 40. അപ്പം ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ഇത് ചെറുതാണ്, ഇത് 40 കൊടുക്കാം. എങ്ങനെ വേണേൽ കൊടുക്കാം, തിരിച്ചും മറിച്ചും എങ്ങനെ വേണേൽ കൊടുക്കാം, നിങ്ങൾ വരച്ചു പോലെ. ഇത് എന്താണ് 60 കൊടുക്കാം, കാരണം 60 പറഞ്ഞാൽ 40 കൊടുക്കാം. നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി, ഇത് പി ആണ്, ഇത് എ ബിയും സി ഡിയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ബി, അതായത് ഇതും കണ്ടുപിടിക്കണം ഇതും കണ്ടുപിടിക്കണം. എന്തോ എളുപ്പമില്ല, എന്തോ ഓപ്പോസിറ്റിനെയും അഡ്ജസ്റ്റിനെയും കണക്ട് ചെയ്താൽ മതി. എന്താ ടാൻ 40 ഈസിക്കൽ എത്രയാണ്? 100 ഡിവൈഡ് ബൈ എന്താ ബി പി. ടാൻ 40യുടെ വാല്യൂ എത്രയാണ്? 0.8 മതി. ഈസിക്കൽ എത്രയാണ്? 100 ഡിവൈഡ് ബൈ എന്താ ബി പി. അവിടുന്ന് ബി പി എത്രയാണ്? ബി പി ഈസിക്കൽ 100 ഡിവൈഡ് ബൈ എത്രയാണ്? 0.8. അപ്പൊ എത്രയാണ്? 1000 ഡിവൈഡ് ബൈ എത്രയാണ്? 8. അപ്പൊ എത്രയാണ്? എത്രയാ? ഒരെട്ടിട്ട് അല്ലേ, എത്രയാണോ അത്രയും ആൻസർ വരുന്നത്. 119.1 അപ്രോക്സ്. ഇനി ഇപ്പുറത്ത് കണ്ടുപിടിക്കണമെങ്കിലോ അത് എന്ത് തന്നെയാണ്? ടാൻ 60 ഈസിക്കൽ എന്താ? സി ഡി ഡിവൈഡ് ബൈ എന്താ, അല്ല 100 ഡിവൈഡ് ബൈ എന്താ, ഓപ്പോസിറ്റ് ബൈ പി ഡി. ശരിയല്ലേ? ആണോ? ടാൻ 60 എത്രയാ? √3 ഈസിക്കൽ എത്രയാ? 100 ഡിവൈഡ് ബൈ എത്രയാ? പി ഡി. ആണോ? അപ്പൊ പി ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100 ഡിവൈഡ് ബൈ എത്രയാ? √3. അപ്പൊ എത്രയാ? 100 ഇൻറ്റു √3 ഡിവൈഡ് ബൈ എത്രയാ? √3 ഇൻറ്റു. അതിന് അങ്ങനെയല്ലേ റാഷണലൈസ് ചെയ്തത് അല്ലേ? അപ്പം 100 √3 ഡിവൈഡ് ബൈ എത്രയാ? സെറ്റാണോ? ക്ലിയർ ആണോ? സന ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ?